ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനദീപ്തി എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും പ്രത്യേകം ക്ഷണിക്കുകയാണ്. പരിശുദ്ധ മറിയം ദൈവത്തെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു വേടുണ്ട്. ലൂക്ക 1:49 നാം അത് കാണുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പരിശുദ്ധ മറിയം ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് ശക്തനായവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതേ, പരിശുദ്ധ അമ്മയ്ക്ക് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിച്ചപ്പോൾ, ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ആ അമ്മ ദൈവത്തെ വിശേഷിപ്പിച്ചത് ശക്തനായവൻ എന്നാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെ ദൈവം സ്വയമായിട്ട് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 17:1 നാം അത് കാണുന്നത്. അബ്രാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, അബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാത്തിന് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവം തന്നെ പരിചയപ്പെടുത്തുന്നത് സർവശക്തനായ ദൈവമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവം നമ്മുടെ പിതാവാണെന്നും ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്നും ഈ ദൈവത്തിന് നമ്മെക്കുറിച്ച് കരുതലുണ്ടെന്നും നമ്മെക്കുറിച്ച് വിചാരമുണ്ടെന്നും ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതാ ദൈവം അബ്രഹാത്തിന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം അബ്രഹാത്തോട് പറയുകയാണ്, സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുവാനായിട്ട് നീ കാതോർക്കുമ്പോൾ നീ തിരിച്ചറിയണം, നിൻ്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ അതൊരുപക്ഷെ നമ്മെ തളർത്തുന്നതാകാം, ഒരുപക്ഷെ നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിലാകാം, വല്ലാത്ത ഭാരത്തിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത് സർവശക്തനായ ദൈവമാണ് ഞാൻ. എന്താണിതിൻ്റെ അർത്ഥം? നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നാം അനുഭവിക്കുന്ന വേദനകൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾ, ഇതിനേക്കാളും വലിയവനാണ് ദൈവമെങ്കിൽ ഈ ദൈവത്തിന് എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന വിഷയം. നാം ഏതവസ്ഥയിലാണെങ്കിലും ഈ അവസ്ഥയിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. അതേ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളെ ഉയർച്ചകളാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ സന്തോഷമാക്കി മാറ്റുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിനെ സന്തോഷത്തിൻ്റെ കണ്ണുനീരാക്കി മാറ്റുവാനായിട്ട് സാധിക്കും. കാരണം എന്താ? ഈ ലോകത്തെ മുഴുവൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം, ഈ ദൈവം എത്രയോ സർവശക്തനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം ഒറ്റ വാക്കിനാൽ ഈ ലോകത്തെ മുഴുവൻ വിരിയിച്ചുവെങ്കിൽ, ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചുവെങ്കിൽ ഈ ദൈവത്തിൻ്റെ ശക്തി എത്രമാത്രം വലിപ്പമേറിയതാണെന്ന് പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ തിരിച്ചറിയുന്നുണ്ടോ? ഈ ഒരു തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം. ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ്
നമ്മുടെ സങ്കടങ്ങളുടെ കാരണം. ഈശോ ഒരിക്കൽ പറഞ്ഞു, മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം വാക്യം 29, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലിന് എങ്ങനെയാണ് സങ്കടപ്പെടുവാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് ഉത്കണ്ഠപ്പെടുവാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയാണ് വിഷമിക്കുവാനായിട്ട് സാധിക്കുന്നത്? എൻ്റെ അപ്പൻ സർവശക്തനായ ദൈവമാണ്, അത്ഭുത മന്ത്രിയായ ദൈവമാണ്, ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയ ദൈവമാണ്. ഈ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഒരു ദൈവ പൈതലിന് എപ്പോൾ ഉണ്ടാകുന്നുവോ അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ അപ്രത്യക്ഷമാകുന്നത് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സർവശക്തനാണ്. എന്നാൽ കുഴപ്പം എവിടെയാ? ദൈവത്തിൻ്റെ ഈ ശക്തിയെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തിയെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലില്ലാത്തതാണ് നമ്മുടെ ജീവിത തകർച്ചകളുടെ കാരണം. വിശുദ്ധ ലിഖിതമോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എന്നാൽ എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തി തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ പോലും ശാന്തമായിട്ടിരിക്കുവാനായിട്ട് അവന് സാധിക്കും. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലും അഗ്നികുണ്ഡത്തിൽ വീണ 3 ചെറുപ്പക്കാരും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട പത്രോസും പൗലോസും എല്ലാം പ്രതിസന്ധികളുടെ നടുവില്, തകർച്ചകളുടെ നടുവില് ശാന്തമായിട്ടിരിക്കുവാൻ കാരണമെന്താണെന്ന് ചോദിച്ചാൽ അവർ തിരിച്ചറിഞ്ഞു ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം. അതിനാൽ പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം ദൈവത്തിൻ്റെ ശക്തിയുടെ വലിപ്പം. നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 ദിനവൃത്താന്തം 29-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനമായിരിക്കുന്നു. എല്ലാവരെയും ശക്തന്മാരും ഉന്നതന്മാരുമാക്കുന്നത് അവിടുന്ന് തന്നെയാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടതെന്താ? ഈ രാജ്യം ദൈവത്തിൻ്റെതാണ്, ലോകം ദൈവത്തിൻ്റെതാണ്, സമ്പത്ത് ദൈവത്തിൻ്റെതാണ്, ജോലി, നിയോഗം, ദൗത്യം, നീ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെല്ലാം ദൈവത്തിൻ്റെതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ അനന്തമായ ശക്തി ഒരു ദൈവ പൈതൽ എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ മുതൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 മക്കബയർ 3-ാം അധ്യായത്തിൽ വാക്യം 19 ഇങ്ങനെ പറയുന്നുണ്ട്, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം, ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നാം ചിന്തിക്കുന്നത് എന്താ? സൈന്യം വലിപ്പമുള്ളതാണെങ്കിൽ, വലിയ സൈന്യമാണെങ്കിൽ ആ സൈന്യം വിജയിക്കും. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, സൈന്യത്തിൻ്റെ വലിപ്പമല്ല വിജയത്തിലേക്ക് നയിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം എത്ര നിസ്സാരരായ വ്യക്തികളാണെങ്കിലും, നാം സാധാരണക്കാരായ മനുഷ്യരാണെങ്കിലും, നമ്മളിൽ അസാധാരണമായ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുമ്പോൾ നമ്മുടെ പരാജയ സാഹചര്യങ്ങളെ പോലും വിജയത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സൈന്യത്തിൻ്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിൻ്റെ വിജയം.
നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളല്ല വിജയമാണോ പരാജയമാണോ എന്ന് നിർണയിക്കുന്നത്. മറിച്ച് ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശക്തി, ഒരുപക്ഷെ സൈന്യം ചെറുതായിരിക്കാം, നിനക്ക് വലിയൊരു സൈന്യം പോലും ഇല്ലായിരിക്കാം. എന്നാൽ സൈന്യം ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തി ഈ ചെറിയ സൈന്യത്തിൽ വെളിപ്പെടുമ്പോൾ അവർ വിജയത്തിലെത്തുമെന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം നോക്കേണ്ടത് നമ്മുടെ നിസ്സാരതകളിലേക്കല്ല, നാം നോക്കേണ്ടത് നമ്മുടെ കുറവുകളിലേക്കല്ല. നാം ചിന്തിക്കുന്നു, അയ്യോ ഞാൻ ബലഹീനനാണ്, പഠിച്ചാൽ എൻ്റെ തലയിൽ കയറുന്നില്ല, പഠിച്ച് തീരുമ്പോഴേക്കും ഞാൻ മറന്നു പോകുന്നു, എനിക്ക് എങ്ങനെ ഈ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കും, എനിക്ക് എങ്ങനെ ഈ പ്രതിസന്ധിയെ നേരിടുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ സാഹചര്യങ്ങൾക്കതീതമായിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വേദപുസ്തകത്തിൻ്റെ താളുകളിലേക്ക് നോക്കുക. എത്രയോ നിസ്സാരരായ വ്യക്തികളെയാണ് ദൈവം ഉയർത്തിയിട്ടുള്ളത്. വിക്കനായ മോശയല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരുവനായിട്ട് ഉയർന്നത്. ഒരു നേതാവിന് വേണ്ടത് സംസാരിക്കുവാനുള്ള പാടവമാണ്. പക്ഷേ സംസാരിക്കാൻ പാടവമില്ലാത്ത വിക്കുള്ള ഒരുവനെ വലിയ നേതാവായിട്ട് ഉയർത്തുവാൻ ഈ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിന്റെ കുറവുകൾ, നിന്റെ ബലഹീനതകൾ, നിന്റെ തകർച്ചകൾ, ആ തകർച്ചകളെപ്പോലും ഉയർച്ചകളാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനാൽ തന്നെ പ്രിയപ്പെട്ടവരെ, 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുകയാണ്. ദൈവം ഭൂമിയിലേക്ക് നോക്കുകയാണ്. എന്തിനു വേണ്ടിയാ ഭൂമിയിലേക്ക് നോക്കുന്നത്? തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ. പ്രിയപ്പെട്ട കുഞ്ഞെ, ഹൃദയ നിഷ്കളങ്കതയുടെ അനുഭവത്തിലേക്ക് നാം ഉയർത്തപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുമെന്ന് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയ നിഷ്കളങ്കതയോടെ ദൈവത്തെ സമീപിക്കുമ്പോൾ, അല്ലെങ്കിൽ നിഷ്കളങ്കതയോടെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. 2 മക്കബയർ 8:18 ഇങ്ങനെയാണ് പറയുന്നത്: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. നമുക്കെതിരെ വരുന്നത് ആരുമാകട്ടെ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിലുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ടോ? സാധാരണ സംഭവിക്കുന്നത് എന്താ? ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നാം തകർച്ചകളിലേക്ക് നോക്കും. ആ തകർച്ചകൾ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? നിരാശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നാം തിരിച്ചറിയുന്നുണ്ടോ? ഈ നിരാശയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക്, ഏറ്റവും വലിയ തടസ്സം. കാരണം നിരാശ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റാത്തവണ്ണം നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും തറപറ്റിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ഒരു പ്രത്യാശ ദൈവ പൈതലിനുണ്ടോ? അവൻ്റെ മുന്നിലെ പരാജയത്തിൻ്റെ സാഹചര്യങ്ങളെപ്പോലും വിജയത്തിൻ്റെ സാഹചര്യമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നീ ജീവിതത്തിൽ പരീക്ഷകളെ നേരിടാൻ പോകുമ്പോൾ, പ്രതിസന്ധികളെ നേരിടാൻ പോകുമ്പോൾ ഏത് മനോഭാവത്തോടെയാണ് പോകുന്നത്? ഞാനിത് കുറേ തവണയായി പരീക്ഷ എഴുതാൻ തുടങ്ങിയിട്ട് എനിക്കിത് എഴുതാൻ പറ്റത്തില്ല, എനിക്ക് വിജയം കിട്ടത്തില്ല, പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല, എന്നേക്കാൾ മെച്ചപ്പെട്ടവരാണ് പരീക്ഷ എഴുതുന്നത്. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെയാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുക? ദൈവം സർവശക്തനായ ദൈവമാണെന്നും
എൻ്റെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും ആ തകർന്ന അവസ്ഥയിൽ എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രത്യാശ ദൈവ പൈതലിനുണ്ടെങ്കിൽ അവനെതിരെ ലോകം മുഴുവൻ അണിനിരന്നാലും അവൻ്റെ ജീവിതത്തിൽ വിജയം നൽകുവാൻ സർവശക്തനായ ദൈവം അവൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടി പ്രത്യാശയോടുകൂടി, കുറെ കൂടി പ്രതീക്ഷയോടുകൂടി ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സർവശക്തനാണെന്നും ഈ ദൈവത്താൽ എൻ്റെ സങ്കടങ്ങളെ മുഴുവൻ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി നിങ്ങൾ ദൈവത്തെ സമീപിക്കുവാൻ തയ്യാറാണോ? ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖകാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ ദുഃഖകാരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുമൊക്കെ ദുഃഖകാരണത്തെക്കുറിച്ച് പറയാറുള്ളവരാണ്. നമ്മൾ ദുഃഖകാരണമായിട്ട് പറയുന്നത് എന്താ? നമ്മൾ ചില സാഹചര്യങ്ങളിലേക്ക് നോക്കും, എന്നിട്ട് പറയും അവരെന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അതെനിക്ക് വിഷമമായി മാറി, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നമുണ്ടായത്. എന്നാൽ സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? സങ്കീർത്തനം 77:10 അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് ഞാൻ പറഞ്ഞു. എന്താ ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിലെ ദുഃഖ കാരണമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വെളിപ്പെടാത്തതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ എനിക്ക് ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ എനിക്കിതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ ദുഃഖിപ്പിക്കുന്നത് എന്താ? നമ്മളെ ദുഃഖിപ്പിക്കുന്നത് സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നു. അവൻ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു, അത് എനിക്ക് വിഷമമായി മാറി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അപ്പുറത്ത് നിൽക്കുന്ന ദൈവ പൈതലിനെ നോക്കിക്കേ, അവനെക്കുറിച്ചും അങ്ങനെ പറഞ്ഞു, പക്ഷെ അവന് വിഷമം തോന്നിയില്ല. കാരണം എന്താ? അവൻ്റെ ഉള്ളിൽ ദൈവശക്തി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സങ്കടം അവനെ കീഴടക്കുന്നില്ല. അത് തന്നെയല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്? അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. നമ്മളെ തളർത്തുന്ന പ്രശ്നമുണ്ടല്ലോ, നമ്മളെ തകർക്കുന്ന പ്രശ്നമുണ്ടല്ലോ, നമ്മളെ അലട്ടുന്ന വിഷയമുണ്ടല്ലോ, ആ വിഷയമല്ല നമ്മളെ തളർത്തുന്നത്. ആ വിഷയം നമ്മളെ തളർത്താൻ കാരണം ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പ്രകടമാകാത്തതാണ്. എന്നാൽ ദൈവശക്തി പ്രകടമാകുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ കുറവുകളെല്ലാം നിറവുകളായി മാറും, തകർച്ചകളെല്ലാം ഉയർച്ചകളായി മാറും, പരാജയങ്ങളെല്ലാം വിജയങ്ങളായി മാറും. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുന്നു, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ്. നിങ്ങൾ തിരിച്ചറിയണം, കാരാഗ്രഹം എന്ന് പറയുന്നത്, തടവറ എന്ന് പറയുന്നത് കണ്ണുനീരിൻ്റെതാണ്. തടവിൽ കിടക്കുന്ന തടവ് പുള്ളിയുടെ കണ്ണുനീരിൽ കുതിർന്നതാണ് തടവറയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് ആനന്ദത്തിന്റെ നൃത്തച്ചുവടുകൾ പൊട്ടിപ്പുറപ്പെടുവാൻ കാരണമെന്നാണെന്ന് ചോദിച്ചാൽ ദൈവശക്തിയാൽ നിറഞ്ഞവന് കാരാഗ്രഹത്തിന്റെ അടിമത്തത്തിന്റെ പരാജയത്തിന്റെ സാഹചര്യങ്ങൾ പോലും അവന് ആനന്ദത്തിന്റെ നൃത്തം ചവിട്ടുവാൻ സാധിക്കും. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, ദൈവശക്തി നിറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സങ്കടങ്ങളെ പോലും അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് വേദപുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രത്യേകത?
നമ്മുടെ ശരീരം ദുർബല ശരീരമാണ്, പാപത്തിലേക്ക് ചായ്വുള്ള ശരീരമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് ദൈവശക്തി കടന്നു വരുമ്പോൾ നമ്മുടെ ദുർബല ശരീരമുണ്ടല്ലോ, മഹത്വമുള്ള ദൈവ തേജസ് നിറഞ്ഞ ശരീരമായി രൂപാന്തരപ്പെടുമ്പോഴാണ്, നമ്മുടെ ശരീരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോഴാണ് പാപത്തിൽ നിന്ന് മുഴുവനായിട്ട് സ്വതന്ത്രരാകാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം എടുക്കുന്ന ഒരു തീരുമാനമെടുത്തത് കൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ നാം എടുക്കുന്ന തീരുമാനത്തിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുമ്പോൾ നമ്മുടെ ദുർബല ശരീരം ദൈവം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുമെന്ന് വേദപുസ്തകം നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 17:3 പറയുന്നുണ്ട്, അവിടുന്ന് അവർക്ക് തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകുകയും തൻ്റെ സദൃശ്യത്തിൽ അവരെ സൃഷ്ടിക്കുകയും ചെയ്തു. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ രണ്ടാമത്തെ കാര്യം പലരും തിരിച്ചറിയുന്നില്ല. ദൈവം മനുഷ്യനെ തൻ്റെ ശക്തിക്ക് സദൃശമായ ശക്തി നൽകിക്കൊണ്ടാണ് തൻ്റെ ഛായയിൽ അവരെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ രൂപം മാത്രമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ദൈവം മനുഷ്യന് നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ പാപം ചെയ്തപ്പോൾ അവനിൽ നിന്ന് ഈ ശക്തി നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അനുതാപത്തിലൂടെ, അനുരഞ്ജനമെന്ന കൂദാശയിലൂടെ, കുമ്പസാരമെന്ന കൂദാശയിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ശക്തി വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. ഈ ശക്തിയാണ് യേശുവിനെ 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസിനെ, ഭീരുവായ പത്രോസിനെ 3000ങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് സഹായിച്ചത്. ഏതാണ് ഈ ശക്തി? ഈ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അപ്പോസ്തല പ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഓർക്കണേ, പത്രോസ് 3 തവണയാ തള്ളിപ്പറഞ്ഞത്. അത്രയ്ക്ക് ഭീരുവായിരുന്നു, അത്രയ്ക്കും ബലഹീനനായിരുന്നു. ഈ പത്രോസിൻ്റെ മേൽ പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ, ദൈവശക്തിയാൽ നിറഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, 1000ങ്ങളോട് 10000ങ്ങളോട് എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പത്രോസിന് സാധിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്കും പോകാം ആ മാളികമുറിയിലേക്ക്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാം, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാം. നമ്മുടെ ദുർബല ശരീരം ദൈവം തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.